ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോസ് ആയിട്ടല്ല, ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. എൻ്റെ ഉപ്പാൻ്റെ ഫാമിലെ ഗാർഡനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് പോയി ഒന്ന് കാണുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഞാനിതിൻ്റെ മുൻപ് ഉപ്പാൻ്റെ ടെറസിലെ ഫാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൽ ഞാൻ കാടയുടേത് ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂട് ഉപ്പ ഹൈടെക് രീതിയിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. പിന്നെ ഈ ഒരു കൂട്ടിൽ ഏകദേശം 300ഓളം കാടകളാണുള്ളത്. ഏകദേശം 250ഓളം മുട്ടകൾ ഡെയിലി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു 100%-ൽ 80% മാത്രമേ അതിന് മുട്ടകളൊക്കെ കിട്ടാറുള്ളൂ എന്നാണ് പറയാറുള്ളത്. പിന്നെ 28 ദിവസമായിട്ടുള്ള കാടകളെയാണ് ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 40 ദിവസത്തോളം ആയപ്പോഴാണ് മുട്ടകളൊക്കെ ഇടാൻ തുടങ്ങിയത്. പിന്നെ ഏകദേശം 2 മാസത്തോളം, അതായത് 60 ദിവസത്തോളം ആയപ്പോൾ ഏകദേശം എല്ലാ കാടകളും മുട്ടയിട്ട് തുടങ്ങി. ഇപ്പൊ ഏകദേശം 250 മുട്ടകളോളം ഡെയിലി കിട്ടാറുണ്ട്. പിന്നെ കാടകൾക്ക് അത്യാവശ്യം നല്ല വെള്ളവും അതുപോലെ തീറ്റയും ആവശ്യമാണ്. ഉപ്പ ഡെയിലി 3 പ്രാവശ്യമായിട്ടാണ് തീറ്റയൊക്കെ കൊടുക്കാറുള്ളത്. അപ്പൊ വെള്ളമൊക്കെ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ കൂട് ടെറസിന്റെ മുകളിലായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടു നടക്കണം. ടെറസിന്റെ മുകളിൽ ഇപ്പൊ കാട മാത്രല്ല ഉള്ളത്, പ്രാവ് അതുപോലെ ഒരു 3-4 തരം കോഴികളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഞാൻ എല്ലാം ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഹൈടെക് രീതിയിലുള്ള കൂടായതുകൊണ്ട് തന്നെ ജോലിയൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. തീറ്റ കൊടുക്കാനാണെങ്കിലും അതുപോലെ വെള്ളം കൊടുക്കാനാണെങ്കിലും ഒക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ മുട്ടയെ ചോദിക്കാം. ഉപ്പാന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിലായിട്ട് അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.